നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ വീട്ടിലെല്ലാവരും മോപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 5 വെറൈറ്റി മോപ്പിൻ്റെ റിവ്യൂസാണ് ഇന്ന് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോപ്പിൻ്റെ ഗുണം എന്താണ്, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ വില എന്താണ്, ഓൺലൈനിലൊക്കെ അതിൻ്റെ വില എത്രയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോപ്പ് ഏതെങ്കിലും ഇതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ ഓരോന്ന് ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ എവിടെയെങ്കിലും നമ്മൾ അതിൻ്റെ വീഡിയോയും കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മോപ്പ് എന്താ പറയുക, മൈക്രോ ഫൈബർ ഫ്ലാറ്റ് മോപ്പ് എന്ന് പറയും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിൽ, അതായത് അതിൻ്റെ ക്ലോത്ത് നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ മോപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പുതിയ മോപ്പ് മേടിക്കണം, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ക്ലോത്ത് മാത്രം നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇത് നമുക്ക് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഫ്ലോറായാലും വാളായാലും ഗ്ലാസ്സിലായാലും ശരി തന്നെ, സീലിങ്ങിലായാലും എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിലെ ആമസോണിലൊക്കെ ഏകദേശം റേറ്റ് 450 തൊട്ടിട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പല കമ്പനിക്ക് അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത മോപ്പിലോട്ട് പോകും. രണ്ടാമത്തെ മോപ്പ് എന്ന് വെച്ചാൽ വാട്ടർ അബ്സോർബിങ് സ്പോഞ്ച് മോപ്പാണ്. ഇതും മറ്റേതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇതെന്ന് വെച്ചാൽ ഒരൊറ്റ ആംഗിളിൽ മാത്രമേ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. എല്ലാ ഭാഗവും നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഗുണം വെച്ചാൽ വെള്ളം ഇത് ഓൾറെഡി വലിച്ചെടുക്കുന്നുണ്ടായിരിക്കും. ഇത് സ്പോഞ്ച് ടൈപ്പാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വെള്ളം വരെ വലിച്ചെടുക്കുന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല പൊടിയാണെങ്കിലും ശരിയാണ്, മണ്ണാണെങ്കിലും എന്ത് കാര്യം നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഡിസ്പോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഷാഫ്റ്റ് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഡിസ്പോസ് ആയി പോകുന്നുണ്ടായിരിക്കും. അത് നമുക്ക് ബക്കറ്റിൽ എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേന് ഏകദേശം 400 തൊട്ടിട്ട് സ്റ്റാർട്ടിങ് വരുന്നത്. 400, 500, 600 അങ്ങനെ പല കമ്പനികൾ സ്റ്റാർട്ടിങ് വരുന്നത്. ഈ മോപ്പിൻ്റെ ഒരു 360 സ്പിൻ ബക്കറ്റ് മോപ്പ് എന്ന് പറയും. ഈ മോപ്പിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഷേപ്പ് തന്നെ കാണുന്ന ബക്കറ്റ് ടൈപ്പാണ് വരുന്നത്. ഈ ബക്കറ്റിനകത്ത് തന്നെ 2 പൊസിഷൻസ് വരുന്നുണ്ട്, 2 സ്പോട്ട് വരുന്നുണ്ട്. ഒന്നാമത്തെ സ്പോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ക്ലോത്ത് ഒക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോട്ടും, രണ്ടാമത് ഈ ക്ലോത്ത് ക്ലീൻ ചെയ്യാനും, മീൻസ് അതിനകത്ത് വെള്ളം റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പെയറാണ്. അത് നമ്മൾ അതിൻ്റെ ഹാൻഡിൽ നിന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 360 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഗുണം വെച്ചാൽ ഇതിൻ്റെ ബേസും 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ പക്ഷേ നമുക്ക് ഏത് ഭാഗത്തുമാണ്, ഇപ്പോൾ കട്ടിലിൻ്റെ അടിയിലോ അതിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് നല്ല രീതിയിൽ എടുത്ത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 650, 700 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പനി ക്വാളിറ്റി കൂടുന്നതനുസരിച്ചിട്ടും അല്ല കമ്പനിയുടെ വ്യത്യാസം അനുസരിച്ചിട്ടും അതിൻ്റെ റേറ്റിന് വ്യത്യാസം വരുന്നുണ്ടായിരിക്കും. അടുത്തത് മൈക്രോ ഫൈബർ ഫ്ലാറ്റ് മോപ്പാണ്. ഇതും നമ്മൾ ആദ്യമേ കണ്ട മോഡൽ തന്നെയാണ്. അതിനകത്ത് ബേസ് വരുന്നത് മൈക്രോ ഫൈബറാണ്. അപ്പം അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലീനിങ് രീതിക്ക് അതാണ് വ്യത്യാസം വരുന്നത്. ഇതിനകത്തുള്ള വെള്ളം എങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ആ രീതിക്കകത്താണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. ഇതിനെന്ന് വെച്ചാൽ സെൽഫ് ഫിൽട്രേഷൻ ആണ് വരുന്നത്. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ മോപ്പ് എടുത്തിട്ട് കൈ കൊണ്ടെടുത്ത് കഴുകണമായിരുന്നു തുണി. ഇതെന്ന് വെച്ചാൽ അങ്ങനെ കൈ കൊണ്ടൊന്നും തൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ ഹാൻഡിൽ, അതിനൊരു ഹോൾഡർ ഉണ്ട്, ആ ഹോൾഡറിൻ്റെ ഇടയ്ക്കിലോട്ട് വെക്കുക. ആ ഹാൻഡിൽ മുകളിലോട്ട് വലിക്കുമ്പോൾ ഇതിനകത്തുള്ള വേസ്റ്റ് വെള്ളം നമുക്ക് ബക്കറ്റിലോട്ട് സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. ഇതും മാർക്കറ്റ് അവൈലബിൾ ആണ്. ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ ഏകദേശം ഒരു 550 തൊട്ടിട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ 4 മോപ്പിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ലാസ്റ്റ് മോപ്പിനെ കുറിച്ച് പറയാം. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എടുത്ത് എനിക്ക് ഇഷ്ടമുള്ള മോപ്പ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ നിന്ന് കമൻറ്റ് ചെയ്താണ്. ഓക്കെ. ലാസ്റ്റ് മോപ്പ് ഇത് സ്പ്രേ മോപ്പ് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ മറ്റേതിനകത്ത് വെള്ളമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് കൊണ്ടുവരണം. ഇതിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിൽ തന്നെ ചെറിയൊരു ബോട്ടിലുണ്ട്. ആ ബോട്ടിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഷാമ്പോ അങ്ങനെയുള്ള ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് തന്നെ കൈ കൊണ്ട് തന്നെ സ്പ്രേ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരുപാട് വെള്ളം നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുക, ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ മോപ്പിൻ്റെ ബേസ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും, ക്ലോത്ത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വാഷ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതും നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം 400, 450 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോപ്പ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏറ്റവും നല്ല മോപ്പും അല്ലെങ്കിൽ ഏറ്റവും റിവ്യൂസും അല്ലെങ്കിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള മോപ്പിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ അടിയിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കും. ഓക്കെ, താങ്ക് യു.